എവ്രി വൺ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ അവസാനത്തെ യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ വന്നിരിക്കുന്നത് മായ ഏഞ്ചലോടെ കേജ്ഡ് ബേർഡ് എന്നുള്ള പോമാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയുടെ വേദനകളാണ് മായ ഏഞ്ചലോ ഈ പോയത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ ഈ പക്ഷികളെ അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ പോലെ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു അവസ്ഥയിലാണെങ്കിൽ എങ്ങനെയായിരിക്കുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഒരു സ്വർണം കൊണ്ടുള്ള ഒരു കൂടുണ്ടെങ്കിൽ പോലും നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഇതിനൊന്നും വാല്യൂ ഇല്ലാണ്ടാവില്ലേ? അതുപോലെ തന്നെയാണ് ഒരു കേജ്ഡ് ബേർഡിന്റെ വേദനകളും. അപ്പൊ നമുക്ക് മായ ഏഞ്ചലോടെ കേജ്ഡ് ബേർഡ് എന്ന പോം വായിക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. Have you ever felt confined or restricted with little or no freedom of choice? നിങ്ങൾ എപ്പോഴെങ്കിലും കൂട്ടിലടയ്ക്കപ്പെട്ട അവസ്ഥയിൽ സ്വാതന്ത്ര്യമൊന്നും ഇല്ലാതെ ഇരുന്നിട്ടുണ്ടോ? How would an animal or bird like to live in a cage, even a cage of gold? സ്വർണം കൊണ്ടുള്ള ഒരു കൂടാണെങ്കിൽ പോലും എങ്ങനെയാണ് ഒരു പക്ഷിയോ മൃഗമോ ഒക്കെ ഇങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലാതെ ഒരു കൂട്ടിലിരിക്കുക? Let's listen to Maya Angelou's view of the life of the caged bird. നമുക്ക് മായ ഏഞ്ചലോ ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയെ പറ്റി എന്താണ് പറയുന്നതെന്ന് നോക്കാം. Caged bird. A free bird leaps on the back of the wind and floats downstream till the current ends and dips his wings in the orange sun rays and dares to claim the sky. നമ്മുടെ പോയത്തിന്റെ പേര് കേജ്ഡ് ബേർഡ് എന്നാണെങ്കിലും മായ ഏഞ്ചലോ ആദ്യത്തെ സ്റ്റാൻസയില് ഒരു ഫ്രീ ബേർഡിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ്? a free bird leaps on the back of the wind. ഫ്രീ ബേർഡ് എന്താ ചെയ്യുന്നത്? കാറ്റിന്റെ വേഗതയിൽ അത് കുതിക്കുകയാണ്, കാറ്റിന് പിറകെ കുതിക്കുകയാണ്, അത്രയും ഉയരത്തിൽ അത് പറക്കാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ഫ്ലോട്ട്സ് ഡൗൺ സ്ട്രീം ടിൽ ദ കറന്റ് എൻഡ്സ്. എന്നിട്ട് എന്താണ്? താഴേക്ക് ആ കാറ്റിന്റെ ഒഴുക്ക് നീങ്ങുന്നതിനനുസരിച്ച് താഴേക്ക് ഇങ്ങനെ ചലിക്കുകയാണ്. അതായത് നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിനെയാണ് അല്ലെ ഫ്ലോട്ട് എന്ന് പറയാ, ഒഴുകിക്കിടക്കുന്നതിന്. അതുപോലെ നമ്മുടെ ഈ ബേർഡ് പറക്കാതെ തന്നെ ആ വിങ്സ് വിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ താഴോട്ട് ചലിക്കുകയാണ്. ആൻഡ് ഡിപ്സ് ഹിസ് വിങ് ഇൻ ദ ഓറഞ്ച് സൺ റേസ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? സൂര്യന്റെ ഓറഞ്ച് നിറമുള്ള ആ സൂര്യന്റെ രശ്മികളിൽ അതിന്റെ ചിറകുകളെ അത് മുക്കുന്നു. അതായത് ആ ചിറകുകളെ ഒളിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താണ്? ആ സൂര്യന്റെ അടുത്ത് വരെ അത്രയും ഉയരത്തിൽ കുതിച്ച് പറക്കുകയാണ് നമ്മുടെ ബേർഡ്. ആൻഡ് ഡയേഴ്സ് ടു ക്ലെയിം ദ സ്കൈ. എന്താണ് ധൈര്യപ്പെടുന്നത് ആ പക്ഷി? ആകാശത്തിന് അവകാശപ്പെടാണ്. ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അവകാശപ്പെടാന്നാണ് അർത്ഥം. അപ്പൊ ഈ ആകാശം എന്റെയാണ് എന്നുള്ള രീതിയിൽ ആകാശത്തെ അവകാശപ്പെടാനായിട്ട് ഈ പക്ഷി ധൈര്യം കാണിക്കുകയാണ്. ഡയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ധൈര്യം കാണിക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പൊ എന്താണ്? ഫ്രീ ബേർഡ് ഈ കാറ്റിന് പുറകെ കുതിച്ച് ആ കാറ്റിന്റെ ആ ഒരു ഒഴുക്ക് നീങ്ങുന്നതിനനുസരിച്ച് താഴേക്ക് വരുന്നു. എന്നിട്ട് സൂര്യന്റെ രശ്മികളിൽ അതിന്റെ ചിറക് മുക്കുകയാണ്. അങ്ങനെ ഈ ആകാശം തൻ്റെതാണ് എന്നുള്ള ധൈര്യത്തിൽ അത് അവകാശപ്പെടുകയാണ്. ഈ ആകാശം എന്റെയാണ്. ഇത്രയും ഉയരത്തിൽ അങ്ങനെ പറന്ന് ഈ ധൈര്യം ആ പക്ഷി കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റാൻസയിൽ നമുക്ക് ഒരു ഫ്രീ ബേർഡ് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നാണ് നമുക്ക് പോയറ്റ് കാണിച്ചു തരുന്നത്. ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് എ ഫ്രീ ബേർഡ് ഫ്ലൈങ് ഹാപ്പിലി വിത്ത് ദ വിൻഡ് എൻജോയിങ് ദ സൺലൈറ്റ് ആൻഡ് ദ ഓപ്പൺ സ്കൈ. എന്താണ്? സൂര്യപ്രകാശത്തെയും ആ തുറന്ന ആകാശത്തെയൊക്കെ എൻജോയ് ചെയ്ത് ഒരു ഫ്രീ ബേർഡ് എങ്ങനെയാണ് സന്തോഷത്തോടെ പറക്കുന്നത് കാറ്റിനോടൊപ്പം എന്നാണ് പോയറ്റ് കാണിച്ചു തരുന്നത്. The bird moves wherever it wants and feels confident enough to claim the whole sky as its own. എങ്ങോട്ടൊക്കെയാണോ പോവേണ്ടത് അങ്ങോട്ടൊക്കെ ഈ ഫ്രീ ബേർഡ് പോവാണ്. അതുപോലെ തന്നെ ഈ ആകാശം എന്റെ സ്വന്തമാണ് എന്ന് അവകാശപ്പെടാൻ മാത്രം ധൈര്യം ആ ഫ്രീ ബേർഡിനുണ്ട്. This stanza represents complete freedom, joy and self-confidence. അപ്പൊ ഈ സ്റ്റാൻസയിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാനായിട്ട് പറ്റുന്നത്? കംപ്ലീറ്റ് ഫ്രീഡം, ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം ഈ ഫ്രീ ബേർഡിനുണ്ട്. സന്തോഷമുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. ഈ ആകാശം എന്റെയാണ് എന്ന് ധൈര്യപ്പെടാനുള്ള ഒരു ആത്മവിശ്വാസം കൂടി ഫ്രീ ബേർഡിനുണ്ട്. ഇനി അടുത്ത സ്റ്റാൻസയിൽ അപ്പൊ ആരെ പറ്റിയായിരിക്കും പറയുന്നത്? കേജ്ഡ് ബേർഡ് ആയിരിക്കും അല്ലെ? നമുക്ക് നോക്കാം. But a bird that stalks down his narrow cage can seldom see through his bars of rage. His wings are clipped and his feet are tied, so he opens his throat to sing. ഈ സ്റ്റാൻസയിൽ നമുക്ക് കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയെയാണ് കാണാൻ പറ്റുന്നത്. ബട്ട് എ ബേർഡ് ദറ്റ് സ്റ്റോക്സ് ഡൗൺ ഹിസ് നാരോ കേജ്. സ്റ്റോക്സ് ഡൗൺ എന്ന് പറഞ്ഞാൽ പതുങ്ങി നടക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു കൂട്ടിൽ പതുങ്ങി നടക്കുന്ന പക്ഷി എന്താണ് ചെയ്യുന്നത്? ക്യാൻ സെൽഡം സീ ത്രൂ ഹിസ് ബാർസ് ഓഫ് റേജ്. സെൽഡം എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട്, പറ്റില്ല എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്താണ്? ആ പക്ഷിക്ക് അതിന്റെ ആ കൂട്ടിലെ ആ ബാഴ്സിനിടയിലൂടെ ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? ബാഴ്സ് ഓഫ് റേജ് എന്നാണ്. അതായത് ദേഷ്യമാണ് അല്ലെ റേജ് എന്ന് പറഞ്ഞാൽ. റേജ് എന്ന് പറഞ്ഞാൽ കോപം എന്നാണ് അർത്ഥം. അപ്പോൾ ആ കോപം കൊണ്ടുള്ള, ദേഷ്യം കൊണ്ടുള്ള ആ കൂടിന്റെ ബാഴ്സ്, ആ കമ്പികളുടെ ഇടയിലൂടെ ഈ പക്ഷിക്ക് ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. ഹിസ് വിങ്സ് ആർ ക്ലിപ്ഡ്. എന്താണ്? ആ പക്ഷിയുടെ ചിറകുകൾ മുറിച്ചിരിക്കുകയാണ്. ആൻഡ് ഹിസ് ഫീറ്റ്സ് ആർ ടൈഡ്. കാലുകൾ ബന്ധിച്ചിരിക്കുകയാണ്, കെട്ടിയിരിക്കുകയാണ്. സോ ഹി ഓപ്പൺസ് ഹിസ് ത്രോട്ട് ടു സിംഗ്. അപ്പൊ അതിന് പറന്നു പോകാനും പറ്റില്ല, മൂവ് ചെയ്യാനും പറ്റില്ല. അപ്പൊ അത് പാടാനായിട്ട് അത് തുടങ്ങുകയാണ്.
In contrast, the poet shows a caged bird trapped inside a narrow cage. ഇപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റാൻസയിൽ കണ്ട ഫ്രീ ബേർഡിന് നേരെ വിപരീതമായിട്ടാണ് ഈ സ്റ്റാൻസയിൽ കൂട്ടിലടക്കപ്പെട്ട പക്ഷിയെ പോയിട്ട് കാണിച്ചു തരുന്നത്. ദ ബാർസ് ഓഫ് ദ കേജ് റെപ്രസെന്റ് ആംഗർ, ഇൻജസ്റ്റിസ് ആൻഡ് റെസ്ട്രിക്ഷൻ. ഈ കൂടിന്റെ അഴികൾ, ബാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഴികളാണ് അല്ലെ. അപ്പൊ ബാർസ് ഓഫ് റേസ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഈ കൂടിന്റെ അഴികൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്? അത് എന്തിനൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ദേഷ്യം, ആംഗർ, ഇൻജസ്റ്റിസ് ആൻഡ് റെസ്ട്രിക്ഷൻ. ദേഷ്യം, അനീതി, അതുപോലെ തന്നെ അതിന്റെ പറക്കുന്നതിന് തടസ്സം നിൽക്കുകയാണ്, റെസ്ട്രിക്റ്റ് ചെയ്യാണ്. ഇതിനൊക്കെയാണ് ഈ കൂടിന്റെ അഴികൾ കാണിക്കുന്നത്. ഇറ്റ്സ് വിങ്സ് ആർ ക്ലിപ്ഡ് ആൻഡ് ഇറ്റ്സ് ഫീറ്റ്സ് ആർ ടൈഡ്. ആ പക്ഷിയുടെ ചിറകുകൾ മുറിച്ചിരിക്കുകയാണ്, അതുപോലെ തന്നെ കാലുകൾ കെട്ടിയിരിക്കുകയാണ്. സോ ഇറ്റ് കനോട്ട് ഫ്ലൈ, അതുകൊണ്ട് തന്നെ ഇതിന് പറക്കാനായിട്ട് പറ്റില്ല. സിൻസ് ഇറ്റ് കനോട്ട് എസ്കേപ്പ് ഫിസിക്കലി, ദ ബേർഡ് സിങ്സ്. അത് പറക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് പാടുകയാണ്. ദ സോങ് ബിക്കംസ് ഇറ്റ്സ് ഓൺലി വേ ടു എക്സ്പ്രസ് പെയിൻ ആൻഡ് പ്രൊട്ടസ്റ്റ്. അപ്പൊ അതിന്റെ വേദനയും അതുപോലെ തന്നെ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഈ പാട്ട് തന്നെയാണ്. അടുത്ത സ്റ്റാൻസയിൽ ഈ കൂട്ടിലടക്കപ്പെട്ട പക്ഷിയുടെ പാട്ടിനെ പറ്റിയാണ് കവി പറയുന്നത്. The caged bird sings with fearful thrill of things unknown, but long for still, and his tune is heard on the distant hill, for the caged bird sings of freedom. എന്താണ്? The caged bird sings with fearful thrill. ട്രിൽ എന്ന് പറഞ്ഞാൽ സ്വരപതർച്ച എന്നാണ് അർത്ഥം. ഒരു പതർച്ച ഉള്ള ശബ്ദത്തിലാണ് ഈ പക്ഷി പാടുന്നത്. എന്താണ് അതിന് കാരണം? അതിന് പേടിയുണ്ട്, ഫിയർഫുൾ ത്രില്ലാണ്, ഭയം കൊണ്ടാണ് അതിന് സ്വരപതർച്ച വന്നിരിക്കുന്നത്. ഓഫ് തിങ്സ് അൺനോൺ, എന്തിനെ പറ്റിയാണ് ഈ പക്ഷി പാടുന്നത്? അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന് അറിയാത്ത കാര്യങ്ങളാണ്. ബട്ട് ലോങ് ഫോർ സ്റ്റിൽ, ലോങ് എന്ന് പറഞ്ഞാൽ കൊതിക്കുക എന്നാണ് അർത്ഥം. കുറെ ആഗ്രഹിക്കുന്നതിനെയാണ് ലോങ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷെ ആ പക്ഷി കുറെ ആഗ്രഹിച്ചു, പക്ഷെ അതിന് അറിയാത്ത കാര്യങ്ങളെ പറ്റിയാണ് പാടുന്നത്. And his tune is heard on the distant hill, for the caged bird sings of freedom. വളരെ അകലെയുള്ള ആ ഹില്ലിലും ഈ പക്ഷിയുടെ ശബ്ദം നമുക്ക് കേൾക്കാം. അതിന്റെ ഈ പ്രൊട്ടസ്റ്റിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. എന്തിനെ പറ്റിയാണ് ഈ പക്ഷി പാടുന്നത്? ദ കേജ്ഡ് ബേർഡ് സിങ്സ് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് ഈ പക്ഷി പാടുന്നത്. അപ്പൊ ഈ പാട്ട് എന്ന് പറയുന്നത് ആ പക്ഷിയുടെ ഒരു പ്രൊട്ടസ്റ്റോ അല്ലെങ്കിൽ ആ വേദനകളൊക്കെ കാണിക്കാനുള്ള ഒരു മാർഗമാണ്. ദ കേജ്ഡ് ബേർഡ് സിങ്സ് വിത്ത് എ ഫിയർഫുൾ സ്ട്രോങ് അബൌട്ട് ഫ്രീഡം. Though it has never experienced freedom, it strongly desires it. ആ പക്ഷി ഒരിക്കലും ഈ സ്വാതന്ത്ര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് ഓഫ് തിങ്സ് അൺനോൺ, അതിനറിയാത്ത കാര്യങ്ങളാണ്. ബട്ട് ലോങ് ഫോർ സ്റ്റിൽ, അത് ആഗ്രഹിക്കുന്നുണ്ട്. ലോങ് എന്ന് പറഞ്ഞാൽ കൊതിക്കുക എന്നാണ് അർത്ഥം. അപ്പം ഒരിക്കലും ഈ സ്വാതന്ത്ര്യം ആ പക്ഷി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിലും അത് ആഗ്രഹിക്കുന്ന കാര്യത്തെ പറ്റിയാണ് പാടുന്നത്. ഇറ്റ് സ്ട്രോങ്ലി ഡിസയേഴ്സ് ഇറ്റ്. Its voice travels far, showing that even an oppressed voice can be powerful. അപ്പൊ എന്താണ് പറയുന്നത്? അകലെയുള്ള ആ മലനിരകളിൽ വരെ ഈ ശബ്ദം കേൾക്കാമെന്നല്ലേ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം വരുന്നത്? ഈ ഒപ്രസ്ഡ് ആയിട്ടുള്ള അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ ശബ്ദം നമുക്ക് വളരെ ദൂരെ, വളരെ അധികം ആളുകളിലേക്ക് എത്തുമെന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇവിടെ പക്ഷി എന്നുള്ള ഒരു അർത്ഥം മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ കുറെ ആളുകൾ അടിച്ചമർത്തപ്പെട്ട ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ പ്രതിഷേധങ്ങൾ വളരെ ദൂരേക്ക് എത്തും. അവരെ അടിച്ചമർത്തിയാലും അവർ പല രീതിയിലും അതിനെതിരെ പ്രതിഷേധിക്കുമല്ലേ. അത് പല ദൂര സ്ഥലങ്ങളിലും പല ആളുകളിലും എത്തും. അപ്പോൾ അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ ശബ്ദം മറ്റുള്ളവരിലേക്ക് എത്തും, അവരുടെ പ്രതിഷേധം മറ്റുള്ളവരിലേക്കും എത്തും എന്നുള്ളൊരു ഉദാഹരണം കൂടിയാണ് പക്ഷിയുടെ ഈ പാട്ടിലൂടെ പോയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ സ്റ്റാൻസയിൽ നമുക്ക് പ്രതീക്ഷയും ആഗ്രഹവുമാണ് കാണാൻ സാധിക്കുന്നത്. ദ സ്റ്റാൻസ ഹൈലൈറ്റ്സ് ഹോപ്പ് ആൻഡ് ലോങ്ങിങ്. നമ്മൾ മുമ്പ് കണ്ട സ്റ്റാൻസയിൽ പക്ഷി കൂട്ടിൽ അടയ്ക്കപ്പെട്ട നിലയിലാണ്, അതിന് ദേഷ്യമുണ്ട്. പക്ഷെ അവിടെ എന്താണ്, ഒരു റെസ്ട്രിക്ഷൻ ആണെങ്കിൽ ഇവിടെ പക്ഷിയുടെ പാട്ട് മറ്റു പല സ്ഥലങ്ങളിലേക്കും എത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ സ്റ്റാൻസയിൽ നമുക്ക് ഒരു പ്രതീക്ഷയും ആഗ്രഹമൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസ നോക്കാം. ദ ഫ്രീ ബേർഡ് തിങ്സ് ഓഫ് അനദർ ബ്രീസ് ആൻഡ് ദ ട്രേഡ് വിൻഡ് സോഫ്റ്റ് ത്രൂ ദ സൈൻ ട്രീസ് ആൻഡ് ദ ഫാറ്റ് വർംസ് വെയിറ്റിംഗ് ഓൺ ദ ഡോൺ ബ്രൈറ്റ് ലോൺ ആൻഡ് ഹി നെയിംസ് ദ സ്കൈ ഹിസ് ഓൺ. എന്താണ് നമ്മുടെ ഫ്രീ ബേർഡ് എന്തിനെയൊക്കെ പറ്റിയാണ് ആലോചിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എന്തിനെ പറ്റിയാണ് ഫ്രീ ബേർഡ് ആലോചിക്കുന്നത്? ഇറ്റ് തിങ്സ് ഓഫ് അനദർ ബ്രീസ്, കാറ്റിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. ആൻഡ് ദ ട്രേഡ് വിൻഡ് സോഫ്റ്റ് ത്രൂ ദ സൈൻ ട്രീസ്, ആ മരങ്ങളിൽ ഇടയിലൂടെ, സൈൻ എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിടുക എന്നാണ് അർത്ഥം. അപ്പോൾ ആ മരങ്ങൾ നെടുവീർപ്പിടുന്നതിലൂടെ വരുന്ന ആ സോഫ്റ്റ് ആയിട്ടുള്ള കാറ്റ്. ആൻഡ് ദ ഫാറ്റ് വേംസ് വെയിറ്റിംഗ് ഓൺ എ ഡോൺ ബ്രൈറ്റ് ലോൺ. എന്താണ് ഫാറ്റ് വേംസ്? അത് കഴിക്കുന്ന വേംസ്, അതിന്റെ ഭക്ഷണത്തെ പറ്റി ആലോചിക്കുന്നുണ്ട്. അവിടെ ഡോണിൽ, അതായത് സൂര്യൻ പ്രകാശിക്കുമ്പോൾ, സൂര്യാസ്തമയത്തിന്റെ സമയത്ത് വരുന്ന ആ ഒരു വേംസിനെ പറ്റിയും. ആൻഡ് ഹി നെയിംസ് ദ സ്കൈ ഹിസ് ഓൺ, അതുപോലെ തന്നെ ഈ ആകാശം എന്റെയാണ് എന്നുകൂടിയാണ് നമ്മുടെ ഫ്രീ ബേർഡ് പറയുന്നത്. എന്തിനൊക്കെ പറ്റിയാണ് ഫ്രീ ബേർഡ് ആലോചിക്കുന്നത്? ബ്രീസിനെ പറ്റി,
സൈങ് ട്രീസിനെ പറ്റി, മരങ്ങളെ പറ്റി, അതിന് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഫാറ്റ് വേംസ്, ഭക്ഷണത്തെ പറ്റി, അതുപോലെ തന്നെ ഈ ആകാശം എന്റെയാണ് എന്നുകൂടി ഫ്രീ ബേർഡ് പറയുന്നുണ്ട്. But a caged bird stands on the grave of dreams. His shadow shouts on a nightmare scream. His wings are clipped and his feet are tied, so he opens his throat to sing. പക്ഷെ ഇതൊന്നും നമ്മുടെ കേജ്ഡ് ബേർഡിന് പറ്റുന്നില്ല, അതൊന്നും ആഗ്രഹിക്കുന്നില്ല. ദ കേജ്ഡ് ബേർഡ് സ്റ്റാൻഡ്സ് ഓൺ ദ ഗ്രേവ് ഓഫ് ഡ്രീംസ്. എന്താണ്? സ്വപ്നങ്ങളുടെ കല്ലറയിലാണ് നമ്മുടെ കേജ്ഡ് ബേർഡ് നിൽക്കുന്നത്. ആ കേജ്ഡ് ബേർഡിന് സ്വാതന്ത്ര്യമില്ല, അല്ലെ, കൂട്ടിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്വപ്നങ്ങളൊക്കെ മരിച്ച് അതൊരു കല്ലറയിലാണ്. സ്വപ്നങ്ങൾ ഒരിക്കലും നടക്കില്ല. അപ്പൊ ഈ സ്വപ്നങ്ങളുടെ കല്ലറയിലാണ് നമ്മുടെ ഈ കേജ്ഡ് ബേർഡ് നിൽക്കുന്നത്. ഹിസ് ഷാഡോ ഷൗട്ട്സ് ഓൺ എ നൈറ്റ്മെയർ സ്ക്രീം. നൈറ്റ്മെയർ എന്ന് പറഞ്ഞാൽ പേടി സ്വപ്നം എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു പേടി സ്വപ്നം പോലെയാണ് അതിന്റെ ജീവിതം. ആ പേടി സ്വപ്നത്തിൽ നമ്മൾ അലറുന്നത് പോലെയാണ് ഈ നമ്മുടെ ബേർഡിന്റെ ഷാഡോ. ഹിസ് വിങ്സ് ആർ ക്ലിപ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പക്ഷിയുടെ ചിറകുകൾ മുറിച്ചിരിക്കുകയാണ്. ഫീറ്റ്സ് ആർ ടൈഡ്. കാലുകൾ ബന്ധിച്ചിരിക്കുകയാണ്. ആൻഡ് സോ ഹി ഓപ്പൺസ് ഹിസ് ത്രോട്ട് ടു സിംഗ്. അപ്പോൾ എന്താണ്? അതുകൊണ്ട് തന്നെ പ്രതിഷേധിക്കാനുള്ള ഏക മാർഗം എന്താണ്? അതിന്റെ പാട്ടാണ്, അല്ലെ. അപ്പോൾ ഈ കേജ്ഡ് ബേർഡ് പാടാനായിട്ട് വീണ്ടും അതിന്റെ ത്രോട്ട് തുറക്കുകയാണ്. The poet returns to the free bird who thinks about gentle winds, trees and plenty of food. അപ്പം ഫ്രീ ബേർഡ് ബ്രീസിനെ പറ്റി, ട്രീസിനെ പറ്റി, ഭക്ഷണത്തെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. എവറിത്തിങ് ഈസ് ഈസിലി അവൈലബിൾ ടു ഇറ്റ്. ആ ഫ്രീ ബേർഡിന് എല്ലാം വളരെ ഈസി ആയിട്ട് ലഭ്യമാവുന്നതാണ്. ദ ബേർഡ് അഗെയിൻ ഫീൽസ് ദാറ്റ് ദ സ്കൈ ബിലോങ്സ് ടു ഹിം. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടുപോലെ സ്കൈ എന്റെയാണ് എന്ന് ക്ലെയിം ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഫ്രീ ബേർഡ് പിന്നെയും ഈ സ്കൈ എന്റെയാണ് എന്ന് അവകാശപ്പെടുകയാണ്. The stanza shows the comfort and privilege of those who are free. അപ്പൊ സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ അധികാരമുള്ള ആളുകളുടെ ഒരു കംഫേർട്ടും അവർക്കുള്ള ഒരു മുൻഗണനയും അവരുടെ ധൈര്യമൊക്കെയാണ് ഫ്രീ ബേർഡിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതിനെല്ലാം ലഭ്യമാണ്, അല്ലെ. ഭക്ഷണം, കാറ്റ്, സൂര്യനെ കാണാൻ പറ്റുന്നുണ്ട്, ആകാശം എന്റെയാണ് എന്ന് പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ അതുപോലെയുള്ള പവർഫുൾ ആയിട്ടുള്ള ഫ്രീഡം ഉള്ള ആളുകളെയാണ് നമ്മുടെ ഫ്രീ ബേർഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ അതിന് വിപരീതമായിട്ട് നമ്മുടെ കേജ്ഡ് ബേർഡ് എങ്ങനെയാണ്? സ്വപ്നങ്ങളുടെ കല്ലറയിലാണ് നിൽക്കുന്നത്. ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ അവിടെ കുഴിച്ചു മൂടിയിരിക്കുകയാണ്. ദ കേജ്ഡ് ബേർഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് അഗെയിൻ. ഇറ്റ് സ്റ്റാൻഡ്സ് ഓൺ ദ ഗ്രേവ് ഓഫ് ഡ്രീംസ്, മീനിങ് ഓൾ ഇറ്റ്സ് ഹോപ്സ് ആർ ഡിസ്ട്രോയിഡ്. അതിന്റെ പ്രതീക്ഷകളൊക്കെ നശിച്ചിരിക്കുകയാണ്. അത് ഒരു കല്ലറയിൽ മൂടിയിരിക്കുകയാണ്. അതിന്റെ കല്ലറയുടെ അടുത്താണ് ഈ കേജ്ഡ് ബേർഡ് നിൽക്കുന്നത്. ഇറ്റ്സ് ഷാഡോ റിഫ്ലെക്ട്സ് ഫിയർ ആൻഡ് സഫറിംഗ്. നമ്മളുടെ കേജ്ഡ് ബേർഡിന്റെ നിഴൽ എന്തിനെയാണ് കാണിക്കുന്നത്? പേടിയെയും അത് അനുഭവിച്ച വേദനകളുമാണ്. ഇറ്റ്സ് വിങ്സ് ആർ ഫീറ്റ്സ് ആർ സ്റ്റിൽ ടൈഡ്, ഷോയിങ് ദാറ്റ് നത്തിങ് ഹാസ് ചേഞ്ച്ഡ്. എന്താണ്? തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും കേജ്ഡ് ബേർഡിന്റെ ചിറകുകളും കാലുകളൊക്കെ ബന്ധിച്ചിരിക്കുകയാണ്. ഒരു മാറ്റവും അതിനിപ്പോഴും വന്നിട്ടില്ല. സോ വൺസ് അഗെയിൻ ഇറ്റ് സിങ്സ് യൂസിങ് ഇറ്റ്സ് വോയിസ് ആസ് റെസിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ വീണ്ടും ആ പക്ഷി പാടുകയാണ്. അതിന്റെ ശബ്ദം ഒരു പ്രതിഷേധമായിട്ട് പക്ഷി പാടുകയാണ്. ഇതും നമ്മുടെ സമൂഹത്തിൽ ഒപ്രസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെയാണ് കാണിക്കുന്നത്. The caged bird sings with a fearful thrill of things unknown, but longed for still, and his tune is heard on the distant hill, for the caged bird sings of freedom. വീണ്ടും ഫൈനൽ സ്റ്റാൻസയിൽ, അവസാനത്തെ സ്റ്റാൻസയിൽ കേജ്ഡ് ബേർഡിന്റെ പാട്ടിനെ പറ്റി തന്നെയാണ് പറയുന്നത്. ദ ഫൈനൽ സ്റ്റാൻസ റിപ്പീറ്റ്സ് ദ കേജ്ഡ് ബേർഡ് സോങ് ഓഫ് ഫ്രീഡം. ആ വരി വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ദ റിപ്പിറ്റേഷൻ emphasizes that no matter how much it is oppressed, its desire for freedom will never die. അപ്പൊ ഈ അവസാനത്തെ സ്റ്റാൻസ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ എന്താണ് കാരണം? ആ പക്ഷി എത്രത്തോളം ഒപ്രസ്ഡ് ആയാലും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അതിന്റെ ആഗ്രഹവും അല്ലെങ്കിൽ ആ പ്രതിഷേധവും വീണ്ടും തുടരും. അതൊരിക്കലും മരിക്കാതെ എത്രത്തോളം അതിനെ ക്ലിപ്പ് ചെയ്താലും, അതിന്റെ ചിറകുകൾ മുറിച്ചാലും അല്ലെങ്കിൽ അതിന്റെ കാലുകളെ കെട്ടിയാലും അതിന് പറയാൻ പറ്റുന്നിടത്തോളം ആ പക്ഷി പാട്ടിലൂടെ പ്രതിഷേധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ ഒപ്രസ്ഡ് ആയവരും. അവരുടെ പ്രതീക്ഷകളൊക്കെ നശിച്ചാലും അവർക്ക് പറയാൻ പറ്റുന്നിടത്തോളം അവർ പ്രതിഷേധിക്കും എന്നുള്ളൊരു അർത്ഥം കൂടിയാണ് മായ ഏഞ്ചലോ ഈ കേജ്ഡ് ബേർഡിന്റെ എക്സാമ്പിളിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോമാണ് കേജ്ഡ് ബേർഡ്. ഒരു ഫ്രീ ബേർഡിന്റെയും ഒരു കേജ്ഡ് ബേർഡിന്റെയും രണ്ടിന്റെയും ഇമേജസിലൂടെ, ആ ഒരു കോൺട്രാസ്റ്റിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഒപ്രസ്ഡ് ആയ ആളുകളും ഫ്രീ ആയ അല്ലെങ്കിൽ ഫ്രീഡം ഉള്ള പവർഫുൾ ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് മായ ഏഞ്ചലോ നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഈ ഫ്രീ ബേർഡ് എന്തിനെയൊക്കെ പറ്റി ചിന്തിക്കുന്നു എന്നും, എന്നാൽ ഇതൊന്നുമില്ലാതെ ഒരു കല്ലറയിൽ ഈ സ്വപ്നങ്ങളൊക്കെ മൂടി നിൽക്കുകയാണ് നമ്മുടെ കേജ്ഡ് ബേർഡ് എന്നും കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ പോയത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഹൗ ഡസ് ദ ഫ്രീ ബേർഡ് എക്സ്പീരിയൻസ് ഫ്രീഡം? ആ ഫ്രീ ബേർഡ് സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? വൈ ഈസ് ഫ്രീഡം ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ക്രീച്ചേഴ്സ്? എല്ലാ ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യം എന്തുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം. ദ ഫ്രീ ബേർഡ് എക്സ്പീരിയൻസസ് ഫ്രീഡം ബൈ ഫ്ലൈങ് ഹൈ ഓൺ ദ വിൻഡ്.
ഫ്ലോട്ടിംഗ് ഫ്രീലി ഇൻ ദ സ്കൈ, എൻജോയിങ് സൺലൈറ്റ്, ട്രീസ് ആൻഡ് ഫുഡ് വിതൗട്ട് ഫിയർ. എങ്ങനെയൊക്കെയാണ് ഫ്രീ ബേർഡ് അതിന്റെ സ്വാതന്ത്ര്യത്തെ എൻജോയ് ചെയ്യുന്നത്? അത് നല്ല ഉയരത്തിൽ ഈ കാറ്റിൽ പറക്കുന്നുണ്ട്, കുതിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലേ. സോ ഫ്ലൈങ് ഹൈ ഓൺ ദ വിൻഡ്, ഫ്ലോട്ടിംഗ് ഫ്രീലി ഇൻ ദ സ്കൈ, എന്നിട്ട് ഫ്രീ ആയിട്ട് ആ ഒഴുക്കിൽ ഇങ്ങനെ അത് ചലിക്കുന്നുണ്ട്. എൻജോയിങ് സൺലൈറ്റ്, ട്രീസ് ആൻഡ് ഫുഡ് വിതൗട്ട് ഫിയർ. അത് എന്തിനെ പറ്റിയൊക്കെയാണ് ചിന്തിക്കുന്നത്? സൺലൈറ്റ്, ബ്രീസ്, കാറ്റിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അത് കഴിക്കുന്ന വേംസിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അതിന്റെ ഭക്ഷണത്തെ പറ്റി ചിന്തിക്കുന്നുണ്ട്. വിതൗട്ട് ഫിയർ, ഒന്നിനെ പറ്റിയും ഒരു പേടി കൂടാതെയാണ് അതിന് ചിന്തിക്കുന്നത്. എല്ലാം ആ പക്ഷിക്ക് അവൈലബിൾ ആണ്. ഇറ്റ് മൂവ്സ് wherever it wishes and claims the sky as its own. എങ്ങോട്ടാണോ പോകാൻ ആഗ്രഹം അങ്ങോട്ടൊക്കെ ഈ പക്ഷി പറന്നു പോകുന്നുണ്ട്. ആൻഡ് ഈ സ്കൈ അത് എന്റെയാണ് എന്ന് ആ പക്ഷി അവകാശപ്പെടുന്നുണ്ട്. അതിനുള്ള ഒരു ധൈര്യം കൂടി ആ പക്ഷിക്കുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഫ്രീ ബേർഡ് സ്വാതന്ത്ര്യത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് എല്ലാ ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യം ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് എന്നാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. Freedom is important for all creatures because it allows them to live naturally, express themselves and grow without restrictions. എന്താണ് ഫ്രീഡം? എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യർക്കും അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്? നമ്മളെ നാച്ചുറൽ ആയിട്ട് നമ്മളെ വളരാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ സ്വാതന്ത്ര്യം. നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നമ്മുടെ വളർച്ച തന്നെ അവിടെ ഇല്ലാതാവാണ്. എക്സ്പ്രസ് ദംസെൽസ്, നമുക്ക് നമ്മളെ തന്നെ പ്രകടിപ്പിക്കാനും എന്ത് വേണം? സ്വാതന്ത്ര്യം വേണം. നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച്, നമുക്ക് എന്ത് പറയാനും നമ്മളുടെ വിശ്വാസങ്ങളിലും എല്ലാത്തിലും നമുക്ക് സ്വാതന്ത്ര്യം വേണം. ആൻഡ് ഗ്രോ വിതൗട്ട് റെസ്ട്രിക്ഷൻസ്, ഒരു തടസ്സങ്ങളും ഒരു ലംഘനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വളരാനും സ്വാതന്ത്ര്യം വേണം. വിതൗട്ട് ഫ്രീഡം ലൈഫ് ബിക്കംസ് പെയിൻഫുൾ ആൻഡ് മീനിങ്ലെസ്. അപ്പോൾ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ എന്താണ്? വേദന നിറഞ്ഞതും ഒരു അർത്ഥമില്ലാത്തൊരു ജീവിതമാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുക. അപ്പോൾ ഒരു മനുഷ്യർക്ക് എന്നുള്ളത് പോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രീഡം. അടുത്ത ചോദ്യം എന്താണ്? ഹൗ ഡസ് ദ കേജ്ഡ് ബേർഡ്സ് സോങ്സ് പ്രൊട്ടസ്റ്റ് ഇറ്റ്സ് ക്യാപ്റ്റിവിറ്റി? ക്യാപ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ തടങ്കലിലാക്കുക അല്ലെങ്കിൽ അടിമത്തം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേജ്ഡ് ബേർഡിന്റെ സോങ് എങ്ങനെയാണ് ഈ അടിമത്തത്തിനെതിരെ ഒരു പ്രതിഷേധമായിട്ട് വരുന്നത് എന്നാണ്. The caged bird cannot fly because its wings are clipped and its feet are tied. തടങ്കലിലാക്കപ്പെട്ട പക്ഷിക്ക് പറക്കാനായിട്ട് പറ്റില്ല. എന്താണ്? അതിന്റെ വിങ്സ് ക്ലിപ്ഡ് ആണ്, വിങ്സ് മുറിച്ചിരിക്കുകയാണ്. ആൻഡ് ഫീറ്റ്സ് ആർ ടൈഡ്, അതിന്റെ കാലുകൾ കെട്ടിയിട്ടിരിക്കുകയാണ്. സിൻസ് ഇറ്റ് കനോട്ട് എസ്കേപ്പ് ഫിസിക്കലി ഇറ്റ് റേസസ് ഇറ്റ്സ് വോയിസ് ഇൻ സോങ്. എന്താണ്? ആ പക്ഷിക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല, ഫിസിക്കലി അവിടെ നിന്ന് ചലിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന്റെ വേദനകളൊക്കെ ഈ പാട്ടിലൂടെയാണ് ഒരു പ്രതിഷേധത്തിന്റെ രൂപത്തിൽ പക്ഷി പാടുന്നത്. ദ സോങ് ബിക്കംസ് എ ഫോം ഓഫ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഇറ്റ്സ് ക്യാപ്റ്റിവിറ്റി ആൻഡ് സഫറിങ്. ഈ പക്ഷിയുടെ ഈ സോങ് അതിന്റെ ഈ തടങ്കലിലാക്കപ്പെട്ടതിന്റെയും അല്ലെങ്കിൽ അതിന്റെ വേദനകൾക്കൊക്കെ എതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് വരുന്നത്. ബൈ സിംഗിങ് അബൌട്ട് ഫ്രീഡം the bird express its silent resistance and hope for liberation. സ്വാതന്ത്ര്യത്തെ പറ്റിയാണല്ലേ ആ പക്ഷി പാടുന്നത്. അപ്പൊ സ്വാതന്ത്ര്യത്തെ പറ്റി പാടുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണത്. എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഒരു പ്രതികരണവും അതിനോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിനോടുള്ള ഒരു പ്രതീക്ഷ, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയും ഈ പക്ഷിക്കുണ്ട്. അപ്പൊ അതിന് ഒരു പ്രതിഷേധവും പ്രതീക്ഷയും രണ്ടുമാണ് നമുക്ക് ഈ പക്ഷിയുടെ സോങ്ങിൽ കാണാനായിട്ട് പറ്റുന്നത്. അടുത്ത ചോദ്യം എന്താണ്? What emotion does the caged bird experience and how are they expressed in its song? അപ്പോൾ എന്തൊക്കെയാണ് ആ പക്ഷി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇമോഷൻസ്, എന്തൊക്കെ വികാരങ്ങളാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? The caged bird experiences fear, pain, anger, sadness and deep longing for freedom. എന്തൊക്കെയാണ്? അത് പേടിയുണ്ട്, പേടിച്ചിട്ടാണ് അത് പാടുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഫിയർഫുൾ ട്രിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പേടിയുണ്ട്, ഫിയർ ഉണ്ട്, പെയിൻ ഉണ്ട്, അത് വേദന അനുഭവിക്കുന്നുണ്ട്, ദേഷ്യമുണ്ട്. അതാണ് ബാൾസ് ഓഫ് റേജ് എന്ന് പറയുന്നത്. അതിന്റെ കൂടിന്റെ അഴികൾ കോപം കൊണ്ടുള്ളതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യമാണ്. ആങ്കർ ഉണ്ട്, സാഡ്നെസ് ഉണ്ട്, വിഷമമുണ്ട്. ആൻഡ് ഡീപ് ലോങ്ങിങ് ഫോർ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അതിയായ ആഗ്രഹമുണ്ട്. ദീസ് ഇമോഷൻസ് ആർ എക്സ്പ്രസ്ഡ് ത്രൂ ഇറ്റ്സ് ഫിയർഫുൾ ആൻഡ് ട്രെംബ്ലിംഗ് സോങ്. ഈ ഇമോഷൻസ് ഒക്കെ അതിന്റെ ഭയമുള്ള ഒരു വിറയ്ക്കുന്ന ആ പാട്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈവൻ ദോ ഇറ്റ് ഈസ് ട്രാപ്ഡ്, the bird's voice carries hope and desire for a better life beyond the cage. ആ പക്ഷി കൂട്ടിൽ അടയ്ക്കപ്പെട്ടതാണെങ്കിലും അതിന്റെ ഈ പാട്ടില്, അതിന്റെ ശബ്ദത്തില് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയും അതിനായിട്ടുള്ള അതിയായ ആഗ്രഹവും ഉണ്ട്. ഈ കൂടിനപ്പുറത്തേക്ക് എനിക്കൊരു നല്ല ജീവിതം വേണം എന്നുള്ളൊരു അതിയായ ആഗ്രഹവും ഈ പക്ഷിയുടെ സോങ്ങിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം വരുന്നത്, in the poem the caged bird sings with a fearful trill. What does this suggest about the bird's feelings and desire? നമ്മുടെ പോയത്തിൽ പറയുന്നുണ്ട് ഭയത്തോടെ വിറച്ചാണ് ഈ പക്ഷി പാടുന്നതെന്ന് അല്ലെ. സ്വരപതർച്ചയോട് കൂടിയുള്ള ഒരു പാട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സോങ് ആ പക്ഷിയുടെ ഫീലിങ്സും അതിന്റെ ഡിസയേഴ്സും ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത്?
The phrase fearful trill suggests that the bird is frightened and suffering, yet it dares to sing. എന്താണ് ഫിയർഫുൾ ട്രിൽ എന്നാണ് അല്ലെ. ഫിയർഫുൾ എന്ന് പറഞ്ഞാൽ ഭയത്തോടു കൂടിയുള്ള ട്രിൽ എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ ഗാനമാണ്. ഒരു സ്വരപതർച്ചയോട് കൂടി വിറയ്ക്കുന്ന ഒരു സോങ് ആണ് അത് പാടുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പക്ഷി ഭയന്നിട്ടാണ്, കുറെ അനുഭവിക്കുന്നുണ്ട്, വേദനകളുണ്ട്, സഫറിങ്സ് ഉണ്ട്, എങ്കിലും ഇറ്റ് ഡയേഴ്സ് ടു സിങ്, അത് പാടാനായിട്ട് ധൈര്യപ്പെടുന്നുണ്ട്. ഇറ്റ് ഷോസ് ദ ബേർഡ്സ് ഇന്നർ പെയിൻ ആൻഡ് ഹെൽപ്ലെസ്നെസ് അലോങ് വിത്ത് ഇറ്റ്സ് സ്ട്രോങ് ഡിസയർ ഫോർ ഫ്രീഡം. എന്താണ് ഇത് കാണിക്കുന്നത്? അതിന് ഉള്ളിലുള്ള ആ പക്ഷിയുടെ നിസ്സഹായാവസ്ഥയും അല്ലെങ്കിൽ അതിന്റെ വേദനകളും അതിനോടൊപ്പം തന്നെ എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ള അതിയായ ആഗ്രഹമാണ്. ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹം പക്ഷിക്കുണ്ട്. അതുകൊണ്ടാണ് ഭയന്നാലും അത് ഫ്രീഡത്തിന് വേണ്ടി പാടുന്നത്. Though a fright, the bird's song reflects courage, hope and an unbreakable dream of liberty. ഭയന്നിട്ടാണ് പാടുന്നതെങ്കിലും ആ പക്ഷിയുടെ ഗാനം അതിന്റെ ധൈര്യവും പ്രതീക്ഷയും അതുപോലെ തന്നെ ഒരിക്കലും തകരാത്ത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സ്വപ്നങ്ങളുമാണ് കാണിക്കുന്നത്. ഭയന്നാലും ആ പക്ഷി പാടുന്നുണ്ട് അല്ലെ. അപ്പോൾ ആ ഭയത്തിനിടയിലും എനിക്ക് നല്ലൊരു ഭാവി ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയും അതിനായുള്ള അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് പക്ഷി പാടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇവിടെ കഴിയാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ ആക്ടിവിറ്റി 1 നോക്കാം. The image of the caged bird and the free bird establish the significance of freedom and independence. Discuss the idea. അപ്പോൾ ഫ്രീ ബേർഡിന്റെയും കേജ്ഡ് ബേർഡിന്റെയും രണ്ട് ഓപ്പോസിറ്റ് ഇമേജസ് എന്താണ് കാണിച്ചു തരുന്നത്? സ്വാതന്ത്ര്യത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജീവജാലത്തിന്റെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് സ്വാതന്ത്ര്യം എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിനെ പറ്റിയാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫ്രീ ബേർഡ് സിംബലൈസസ് ഫ്രീഡം, ഇൻഡിപെൻഡൻസ് ആൻഡ് ജോയ്. നമുക്കറിയാലേ ഫ്രീ ബേർഡ് എന്തിനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്വാതന്ത്ര്യത്തെ അതുപോലെ തന്നെ സന്തോഷത്തെയൊക്കെയാണ്. ഇറ്റ് ക്യാൻ ഫ്ലൈ വേർ എവർ ഇറ്റ് വിഷസ്, എൻജോയ് നേച്ചർ ആൻഡ് ക്ലെയിം ദ സ്കൈ ആസ് ഇറ്റ്സ് ഓൺ. എങ്ങോട്ടൊക്കെയാണ് പോകാൻ ആഗ്രഹം അങ്ങോട്ടൊക്കെ പറന്നു പോകാനായിട്ട് ഫ്രീ ബേർഡിന് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ബ്രീസിനെ പറ്റി, ട്രീസിനെ പറ്റി, വേംസിനെ പറ്റിയൊക്കെ അത് ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ക്ലെയിംസ് ദ സ്കൈ ആസ് ഇറ്റ്സ് ഓൺ. അതിന്റെ സ്വന്തമാണ് ഈ ആകാശം എന്ന് അവകാശപ്പെടുന്നുണ്ട്. In contrast, the caged bird represent people who are oppressed and denied freedom. എന്നാൽ ഇതിന് വിപരീതമായിട്ട് കേജ്ഡ് ബേർഡ് എന്തിനെയാണ് കാണിക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട സ്വാതന്ത്ര്യം നിഷേധിച്ച ആളുകളെയാണ്. ഇറ്റ് ഈസ് ട്രാപ്ഡ്, ഹെൽപ്ലെസ് ആൻഡ് ആംഗ്രി, യെറ്റ് ഇറ്റ് ഡ്രീംസ് ഓഫ് ഫ്രീഡം. അത് ട്രാപ്പായി കൂടിനുള്ളിൽ കിടക്കുകയാണ്, ഹെൽപ്ലെസ് ആണ്, നിസ്സഹായനായിട്ട് കിടക്കുകയാണ്, ആൻഡ് ആംഗ്രി, അതിനോടൊപ്പം തന്നെ അതിന് കോപമുണ്ട്, യെറ്റ് ഇറ്റ് ഡ്രീംസ് ഓഫ് ഫ്രീഡം, പക്ഷേ അത് സ്വാതന്ത്ര്യത്തെയാണ് സ്വപ്നം കാണുന്നത്. Through these images, the poet shows that freedom is essential for happiness and self-expression, and the lack of freedom leads to pain and suffering. അപ്പോൾ ഈ രണ്ട് ഇമേജസിലൂടെ കവി നമുക്ക് എന്താണ് കാണിച്ചു തരുന്നത്? പോയിറ്റ് ഷോസ് ദാറ്റ് ഫ്രീഡം ഈസ് എസെൻഷ്യൽ ഫോർ ഹാപ്പിനെസ് ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. നമ്മളെ പ്രകടിപ്പിക്കാനും നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും സന്തോഷത്തിനും നമുക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. എന്നാൽ ലാക്ക് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യം ഇല്ലെങ്കിലോ, ഇറ്റ് ലീഡ്സ് ടു പെയിൻ ആൻഡ് സഫറിങ്, അത് വേദനകളിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. നമുക്ക് സ്വയം എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു ഐഡിയയാണ് കേജ്ഡ് ബേർഡിന്റെയും ഫ്രീ ബേർഡിന്റെയും ഇമേജസിലൂടെ പോയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. ആക്ടിവിറ്റി 2 എന്താണ്? The poem contrasts the experience of the caged bird and the free bird. List the points of contrast you note in the poem. നമ്മുടെ കവിതയിൽ ഫ്രീ ബേർഡിന്റെയും കേജ്ഡ് ബേർഡിന്റെയും എക്സ്പീരിയൻസുകളാണല്ലേ നമ്മൾ കണ്ടത്. രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മൾ കണ്ട ആ എക്സ്പീരിയൻസുകളാണ് നമ്മൾ ഈ രണ്ട് ടേബിളിൽ പ്രസന്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ടേബിളിൽ വന്നിരിക്കുന്നത് ഫ്രീ ബേർഡും രണ്ടാമത്തത് കേജ്ഡ് ബേർഡുമാണ്. ഫ്രീ ബേർഡ് എന്തൊക്കെയാണ്? എക്സ്പ്ലോർസ് ആൻഡ് പോസസ് ദ വേൾഡ്. ഈ ലോകത്തിനെ അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ആൻഡ് പോസസ് ചെയ്യുന്നുണ്ട്, ഇത് എന്റെയാണ് എന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. എന്നാൽ കേജ്ഡ് ബേർഡ് ആണെങ്കിലോ ഈസ് കൺഫൈൻ ടു എ കേജ്, അതൊരു കൂട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്രീ ബേർഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ എക്സ്പീരിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലൈസ് ഫ്രീലി ഓൺ ദ ബാക്ക് ഓഫ് ദ വിൻഡ്. എന്താണ്? കാറ്റിന് പിന്നാലെ കുതിക്കുകയാണ് ചെയ്യുന്നത്. എൻജോയ്സ് നേച്ചർ ആൻഡ് ഓപ്പൺ സ്കൈ. പ്രകൃതിയെ എൻജോയ് ചെയ്യുന്നുണ്ട്, തുറന്ന ആകാശത്തെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഡിപ്സ് വിങ്സ് ഇൻ ഓറഞ്ച് സൺറേസ്. എന്താണ്? ഓറഞ്ച് നിറമുള്ള സൂര്യരശ്മികളിൽ അതിന്റെ ചിറക് മുക്കുന്നുണ്ട്. എന്താണ്? അത് നല്ല ഉയരത്തിൽ പറക്കുന്നുണ്ട്. ലിവ്സ് വിത്തൗട്ട് ഫിയർ. ഭയമൊന്നുമില്ലാതെ ജീവിക്കുന്നുണ്ട്. സിങ്സ് ഔട്ട് ഓഫ് ജോയ്. അത് സന്തോഷത്തിന്റെ സോങ് ആണ് പാടുന്നത്. എന്നാൽ കേജ്ഡ് ബേർഡ് ആണെങ്കിലോ സ്റ്റോക്സ് ഇൻസൈഡ് ദ നാരോ കേജ്. അത് വളരെ ഇടുങ്ങിയ ആ ഒരു കൂട്ടിൽ പതുക്കെ നടക്കുകയാണ്. സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ നടക്കുകയാണ്. കനോട്ട് സീ ബിയോണ്ട് ദ കേജ് ബാർസ്. ആ അഴികൾ, ആ കൂടിന്റെ അഴികൾക്ക് അപ്പുറത്തേക്ക് അതിനൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല. വിങ്സ് ആർ ക്ലിപ്ഡ്. ചിറകുകൾ മുറിച്ചിരിക്കുകയാണ്. ലിവ്സ് ഇൻ ഫിയർ ആൻഡ് ആങ്കർ. ദേഷ്യത്തിലും ഭയത്തിലുമാണ് കേജ്ഡ് ബേർഡ് ജീവിക്കുന്നത്. സിങ്സ് ഔട്ട് ഓഫ് പെയിൻ ആൻഡ് ലോങ്ങിങ്.
വേദനയിലും എന്നാൽ സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലുമാണ് കേജ്ഡ് ബേർഡ് സിംഗ് ചെയ്യുന്നത്, പാട്ട് പാടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഫ്രീ ബേർഡും കേജ്ഡ് ബേർഡും തമ്മിലുള്ള ഡിഫറൻസസ്. അപ്പൊ ഈ ടേബിളിൽ തന്നെ നമ്മളുടെ പോയത്തിനെ പറ്റിയുള്ള എല്ലാ ഐഡിയയും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കിത് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈ പോയത്തിൽ നിന്നുള്ള ഏത് ക്വസ്റ്റ്യനും അല്ലെങ്കിൽ അപ്രിസിയേഷനും ഒക്കെ എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ആക്ടിവിറ്റി 3, പോയിറ്റ്സ് പെയിന്റ് പിക്ചേഴ്സ് വിത്ത് വേർഡ്സ്. എങ്ങനെയാണ് കവികൾ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നത്? നമ്മളിപ്പോൾ കേജ്ഡ് ബേർഡ് എന്നുള്ള പോം വായിച്ചപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു കൂട്ടിൽ അടയ്ക്കപ്പെട്ട പക്ഷിയെയും അതിന് വിപരീതമായിട്ട് കാറ്റിൽ പറന്ന് നടക്കുന്ന ഒരു പക്ഷിയുടെയും ചിത്രം വന്നു അല്ലേ. ഇങ്ങനെയാണ് കവികൾ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നത്. നമ്മൾ ആ കവി എഴുതിയ വരി വായിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം തെളിഞ്ഞു വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇമേജസ് എന്ന് പറയുന്നത്. സച്ച് വേർഡ് പിക്ചേഴ്സ് ആർ കോൾഡ് ഇമേജസ്. അപ്പോൾ പല തരത്തിലുള്ള ഇമേജസ് കവിതയിലുണ്ട്. Some lines or phrases from the poem are given below. Analyze them and classify the kind of imagery in each. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വരി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിത്രം വരുമെന്നല്ലേ. അപ്പൊ നമുക്ക് ആ ചിത്രത്തെ കാണാനായിട്ട് പറ്റുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ വിഷ്വൽ ഇമേജറി എന്നാണ് പറയുന്നത്. നമുക്ക് കൂട്ടിലടക്കപ്പെട്ട പക്ഷിയുടെ ചിത്രം മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് വിഷ്വൽ ഇമേജറി ആണ്. ഇനി ആ പക്ഷിയുടെ പാട്ടിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ മനസ്സിൽ ആ പക്ഷിയുടെ ശബ്ദം കേൾക്കുകയാണ്, അത് ഭയത്തോടു കൂടി വിറച്ച് പാടുന്ന ആ ഒരു പാട്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് ചെവികളിൽ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ഓഡിറ്ററി ഇമേജസ് എന്നാണ് പറയുന്നത്. അപ്പൊ വിഷ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കേൾക്കാൻ പറ്റുന്ന സോങ്ങുമായിട്ട് അല്ലെങ്കിൽ ശബ്ദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസ് ആണ് ഓഡിറ്ററി ഇമേജസ്. പിന്നെ നമ്മുടെ കവിതയിൽ കേജ്ഡ് ബേർഡ് ആ ഇടുങ്ങിയ കൂട്ടില് പതുക്കെ നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. സ്റ്റോക്സ് ഇൻ ദ നാരോ കേജ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ബേർഡ് ആകാശത്ത് പറന്നുയരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് സന്ദർഭങ്ങളിലും മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർ രണ്ടുപേരും അനങ്ങുന്നതാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഇമേജസിനെയാണ് കൈനസ്തെറ്റിക് ഇമേജസ് എന്ന് പറയുന്നത്. മൂവ്മെന്റുമായിട്ട് അനക്കവുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസ് ആണ് കൈനസ്തെറ്റിക് ഇമേജസ്. അപ്പൊ ഈ ഇമേജസ് ഒക്കെയാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. സം ലൈൻസ് ഓർ ഫ്രേസസ് ഫ്രം ദ പോം ആർ ഗിവൺ ബിലോ. നമ്മുടെ കവിതയിലെ ചില ഫ്രേസസോ അല്ലെങ്കിൽ ലൈൻസോ ഇവിടെ തന്നിട്ടുണ്ട്. അനലൈസ് ദം ആൻഡ് ക്ലാസിഫൈ ദ കൈൻഡ് ഓഫ് ഇമേജറി ഇൻ ഈച്ച്. ഓരോ ഫ്രേസസിലും ഏത് തരം ഇമേജറിയാണ് യൂസ് ചെയ്തത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് എ ഫ്രീ ബേർഡ് ലീവ്സ്. ഒരു ഫ്രീ ബേർഡ് കാറ്റിൽ ഇങ്ങനെ പറക്കാൻ നിൽക്കുകയാണ്. അപ്പൊ അതെന്താണ്? വിഷ്വൽ ഇമേജറി ആണ്. നമുക്ക് ആ പക്ഷിയെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അടുത്തത് എന്താണ്? ദ കേജ്ഡ് ബേർഡ് സിങ്സ് ഓഫ് ഫ്രീഡം. സ്വാതന്ത്ര്യത്തെ പറ്റി കൂട്ടിലടക്കപ്പെട്ട പക്ഷി പാട്ട് പാടുകയാണ് അല്ലെ. അപ്പൊ അതൊരു സോങ് ആണ്. അപ്പൊ അവിടെ എന്ത് ഇമേജസ് ആവും വരിക? നമ്മൾ നേരത്തെ പറഞ്ഞു സോങ് അല്ലെങ്കിൽ സൗണ്ട് ആയിട്ട് വരുന്നത് ഓഡിറ്ററി ഇമേജറി ആണ്. അപ്പൊ അവിടെ ഓഡിറ്ററി ഇമേജറിയാണ് വരുന്നത്. അടുത്തത് ഡിപ്സ് ഹിസ് വിങ്സ് ഇൻ ദ ഓറഞ്ച് സൺ റേസ്. നമ്മുടെ ഫ്രീ ബേർഡ് സൂര്യരശ്മികളുടെ ഇടയിലേക്ക് ചിറകിനെ മുക്കുകയാണ്. അത് പറക്കുന്നു എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സൂര്യന്റെ രശ്മികളിൽ ഈ പക്ഷി പറക്കുന്നതായിട്ട്, സൂര്യനെ അടുത്ത് കൂടെ അത്രയും ഉയരത്തിൽ ഈ പക്ഷി പറക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അവിടെ വിഷ്വൽ ഇമേജസും വരുന്നുണ്ട്. അതുപോലെ തന്നെ പറക്കുകയാണ്, ഒരു മൂവ്മെന്റ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അത് കൈനസ്തെറ്റിക് ഇമേജും ആണ്. വിഷ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചിത്രം നമ്മുടെ മനസ്സിൽ വരികയാണ്. കൈനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ പക്ഷി പറക്കുന്നുണ്ട്. അപ്പൊ ഇത് വിഷ്വൽ ഇമേജസും ആണ്, കൈനസ്തെറ്റിക് ഇമേജറി ആണ്. അടുത്തത് എ ഫ്രീ ബേർഡ് ലീപ്സ് ഓൺ ദ ബാക്ക് ഓഫ് ദ വിൻഡ്. അതും എന്താണ്? ഫ്രീ ബേർഡ് കാറ്റിൽ ഇങ്ങനെ പറക്കുന്നത്. അതും എന്താണ്? കൈനസ്തെറ്റിക് ഇമേജ് ആണ്. നെക്സ്റ്റ് ഫ്ലോട്ട്സ് ഡൗൺ സ്ട്രീം ടിൽ ദ കറന്റ് എൻഡ്സ്. ആ കാറ്റിന്റെ ആ ഒരു വേഗത തീരുന്നതിനനുസരിച്ച് ഡൗൺ സ്ട്രീം ഇങ്ങനെ അത് ഫ്ലോട്ട് ചെയ്ത് ചലിച്ചു വരികയാണ്. അവിടെയും എന്താണ്? മൂവ്മെന്റ് ആണ് അല്ലെ. അപ്പൊ അത് എന്ത് ഇമേജറിയാണ്? അവിടെയും കൈനസ്തെറ്റിക് ഇമേജറിയാണ്. അടുത്തത് നാരോ കേജ്. ഇടുങ്ങിയ ഒരു കൂടാണ്. നമ്മുടെ കേജ്ഡ് ബേർഡിന്റെ ഇടുങ്ങിയ കൂട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ചെറിയൊരു കൂട് വരും അല്ലെ. അപ്പൊ എന്ത് ഇമേജസ് ആണ് അവിടെ വരുന്നത്? അതൊരു വിഷ്വൽ ഇമേജറി ആണ്. അടുത്തത് ഹിസ് ഫീറ്റ്സ് ആർ ടൈഡ്. കാലുകൾ കെട്ടിയ ഒരു പക്ഷി അല്ലെ. അപ്പൊ കേജ്ഡ് ബേർഡ് കൂട്ടിൽ കാലൊക്കെ കെട്ടി ചിറകുകളൊക്കെ മുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അത് എന്ത് ഇമേജ് ആയിരിക്കും? അതും വിഷ്വൽ ഇമേജ് ആണ്. അടുത്തത് ഹിസ് ട്യൂൺ ഈസ് ഹേർഡ്. ഈ കേജ്ഡ് ബേർഡിന്റെ സോങ് നമുക്ക് അകലെയും കേൾക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് അവിടെ വരിക? അവിടെ ഓഡിറ്ററി ഇമേജറി ആണ് വരുന്നത്. ഫാറ്റ് വേംസ് വെയിറ്റിംഗ് ഓൺ എ ഡോൺ ബ്രൈറ്റ് ലോൺ. എന്താണ്? നമ്മുടെ ഫ്രീ ബേർഡിന്റെ ഭക്ഷണമായിട്ടുള്ള ഫാറ്റ് വേംസ് പുൽത്തകിടിയിൽ കിടക്കുന്ന ഒരു ഇമേജ് ആണ്. അപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഫാറ്റ് വേംസ് ആണ് അല്ലെ വരുന്നത്. അപ്പൊ അത് വിഷ്വൽ ഇമേജറി ആണ്. അടുത്തത് ട്രേഡ് വിൻ സോഫ്റ്റ് ത്രൂ ദ സൈൻ ട്രീസ്. നെടുവീർപ്പിടുന്ന ആ മരങ്ങളുടെ ഇടയിലൂടെ വിൻഡ്, കാറ്റിങ്ങനെ വരികയാണ്. അപ്പൊ എന്തായിരിക്കും? കാറ്റിന്റെ ശബ്ദമാണ് നമുക്ക് വരിക അല്ലെ. കാറ്റ് നമുക്ക് കാണാൻ പറ്റുമോ? കാറ്റിന്റെ ശബ്ദമാണ്. അപ്പൊ അവിടെ വരുന്നത് ഓഡിറ്ററി ഇമേജസ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമേജറി.
എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത്? വിഷ്വൽ ഇമേജറി കണ്ടു. വിഷ്വൽ ഇമേജറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വരി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ചിത്രം വരുന്നുണ്ടെങ്കിൽ അത് വിഷ്വൽ ഇമേജറി ആണ്. നമ്മളിപ്പോൾ ഏതൊക്കെ വിഷ്വൽ ഇമേജറിയാണ് കണ്ടത്? ഫ്രീ ബേർഡിനെ കണ്ടു, കേജ്ഡ് ബേർഡിനെ കണ്ടു, നാരോ കേജ് ആ പക്ഷിയുടെ ചെറിയ ഇടുങ്ങിയ ആ കൂട് കണ്ടു, ഫാറ്റ് വേംസ് ഫ്രീ ബേർഡിന്റെ ഭക്ഷണമായിട്ടുള്ള ഫാറ്റ് വേംസ് കിടക്കുന്നത് വായിച്ചത് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് ആണ്. അതുപോലെ തന്നെ ഫീറ്റ്സ് ആർ ടൈഡ് കാലുകൾ കെട്ടിയ പക്ഷി, ഇതൊക്കെ വിഷ്വൽ ഇമേജറി ആണ്. നമുക്ക് വരികൾ വായിക്കുമ്പോൾ മനസ്സിൽ ആ ചിത്രം വരുന്ന ഇമേജസ് ആണ്. ഇനി അടുത്തതാണ് ഓഡിറ്ററി ഇമേജ്. ഓഡിറ്ററി ഇമേജ് എന്താണ്? ആ വരി വായിക്കുമ്പോൾ ഒരു ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുക, ആ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓഡിറ്ററി ഇമേജിൽ വരുന്നത്. അപ്പൊ ഈ കവിതയിൽ ഏതൊക്കെയാണ് നമ്മൾ ഓഡിറ്ററി ഇമേജറി ആയിട്ട് കണ്ടത്? നമ്മുടെ കേജ്ഡ് ബേർഡിന്റെ സോങ് അല്ലേ, ഇറ്റ് സിങ്സ് ദ സോങ് ഓഫ് ഫ്രീഡം, അത് സ്വാതന്ത്ര്യത്തെ പറ്റി പാടുന്നുണ്ട്, അതൊരു ഓഡിറ്ററി ഇമേജ് ആണ്. പിന്നെ ഏതായിരുന്നു ഓഡിറ്ററി ഇമേജ്? മരങ്ങൾക്കിടയിലൂടെ ആ ട്രേഡ് വിൻഡ് വരുന്നത്, അതൊരു ഓഡിറ്ററി ഇമേജ് ആണ്. അടുത്തതാണ് കൈനസ്തെറ്റിക്. കൈനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അനങ്ങുന്നത്, ചലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൈനസ്തെറ്റിക് ഇമേജറി. അപ്പൊ ഈ കവിതയിൽ ഏതൊക്കെയാണ് കൈനസ്തെറ്റിക് ഇമേജറി? പറക്കുന്നത് അല്ലെ, ഫ്രീ ബേർഡ് വിൻഡിൽ നല്ല ഉയരത്തിൽ പറക്കുന്നത് അല്ലെങ്കിൽ സൂര്യന്റെ രശ്മികളുടെ ഇടയിലൂടെയൊക്കെ പറക്കുന്നത്, അതൊരു മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്, അതുകൊണ്ട് അതൊരു കൈനസ്തെറ്റിക് ഇമേജറി ആണ്. അതുപോലെ തന്നെ കാറ്റിനിടയിലൂടെ ഫ്ലോട്ട് ചെയ്ത് വരുന്നു, അത് കൈനസ്തെറ്റിക് ഇമേജറി ആണ്. പിന്നെ എന്താണ്? ഡിപ്സ് വിങ്സ് ഇൻ ദ ഓറഞ്ച് സൺറൈസ്, സൂര്യരശ്മികളുടെ ഇടയിൽ ചിറക് ഒളിപ്പിക്കുന്നത്, അതും കൈനസ്തെറ്റിക് ഇമേജറിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേജ്ഡ് ബേർഡ് അതിന്റെ ഇടുങ്ങിയ കൂട്ടിൽ നടക്കുന്നു എന്ന് പറയുന്നത് കൈനസ്തെറ്റിക് ഇമേജറിയാണ്, കാരണം അവിടെ മൂവ്മെന്റ് ആണ് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമേജറി: വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക്. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കവിതയിൽ നിന്നുള്ള എക്സാമ്പിൾ ലൈൻസും പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് അപ്രിസിയേഷൻ ഒക്കെ എഴുതുമ്പോൾ ഇതുകൂടി ചേർത്ത് എഴുതാവുന്നതാണ്. വിഷ്വൽ ഇമേജറി ഉണ്ട്, കൈനസ്തെറ്റിക് ഇമേജറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പോയത്തിന് കുറച്ചുകൂടി ഭംഗി കൂട്ടാനാണ് ഈ ഇമേജറീസ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതുകൂടി നമുക്ക് അപ്രിസിയേഷനിലൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമേജറി പഠിച്ചു വെക്കുക. നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം. നമുക്കിവിടെ ഒരു ചിത്രം കാണാം അല്ലെ. എന്താണ് അതിൽ പറയുന്നത്? ദ വേൾഡ് ഈസ് എ സ്റ്റേജ്. ഈ ലോകം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേജ് ആണ്. നമ്മളുടെ ഈ ഒരു നാടകമാണ് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. ഈ ലോകം ഒരു സ്റ്റേജ് ആണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേജ് പോലെ അതിനുള്ളിൽ നമ്മുടെ വേൾഡിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അപ്പോൾ നമ്മളുടെ ഈ ലോകം എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് ആണ്, ഒരു വേദിയാണെന്ന് പറയുന്നുണ്ടാവുക? നമ്മളുടെ ഈ ലൈഫിൽ നമ്മളൊരു കഥാപാത്രങ്ങളായിട്ട്, ഒരു നാടകത്തിലെ കഥാപാത്രങ്ങളെ പോലെയാണ് പെർഫോം ചെയ്യുന്നത് എന്നാണ് ഈ ലൈനിലൂടെ അർത്ഥാക്കുന്നത്. അപ്പൊ നമ്മളൊരു നാടകത്തിലെ കഥാപാത്രങ്ങൾ വന്ന് അഭിനയിക്കുന്നത് പോലെ ഈ ജീവിതത്തിലേക്ക് വന്ന് നമ്മൾ ഈ ലോകമായിട്ടുള്ള ഈ സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യാണ്. എന്നിട്ട് നമ്മളുടെ ലൈഫ് അവസാനിക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ മരിക്കുന്നു അല്ലേ. ഈ നാടകം അവസാനിക്കുമ്പോൾ, നാടകത്തിലെ കഥാപാത്രങ്ങൾ പോകുന്നത് പോലെ നമ്മളുടെ ലൈഫ് കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്ത് നിന്ന് പോവുകയാണ്. അതുകൊണ്ടാണ് ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ലോകം എന്ന് പറയുന്ന ഒരു വേദിയാണ്, നമ്മൾ ആ വേദിയിൽ പെർഫോം ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഇതിന് നമ്മൾ എന്താ പറയാന്ന് നോക്കാം. We have learned that a metaphor is a way of saying that something is just the same as something else, bringing in an implicit comparison. എന്താണ് മെറ്റഫർ എന്നുള്ള ഒരു കാര്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തെ മറ്റൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യാണ്. പക്ഷെ ഇത് അതുപോലെയാണ് എന്ന് പറയുന്നതിന് പകരം ഇത് അതാണ്, അതായത് ഈ ലോകം ഒരു വേദിയാണ്, ഈ ഒരു ലോകം നാടകത്തെ പോലെയാണ് എന്ന് പറയുന്നതിന് പകരം ദ വേൾഡ് ഇസ് എ സ്റ്റേജ്, ഈ ലോകം ഒരു നാടകമാണ് എന്ന് നേരിട്ട് പറയാണ് ചെയ്യുന്നത്. അവിടെ ഒരു കമ്പാരിസൺ ആണ് വരുന്നത്. സംതിങ് ഈസ് ജസ്റ്റ് ദ സെയിം ആസ് സംതിങ് എൽസ്, ഒന്ന് മറ്റൊന്നിനെ അതുപോലെ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നല്ലൊരു വ്യക്തിയെ കണ്ടിട്ട് നമ്മൾ പറയാണ് അവന്റെ ഹൃദയം ഒരു സ്വർണം പോലെയാണ്, അത്രയും നല്ലൊരു സ്വഭാവമാണ് എന്ന് പറയുന്നതിന് പകരം ഹിസ് ഹാർട്ട് ഈസ് ഗോൾഡ് എന്ന് പറയാല്. അവന്റെ ഹൃദയം എന്ന് പറയുന്നത് സ്വർണമാണ്, സ്വർണം പോലെയാണെന്ന് പറയുന്നതിന് പകരം ഹിസ് ഹാർട്ട് ഈസ് ഗോൾഡ് എന്ന് പറയാം. അവന്റെ ഹൃദയം സ്വർണമാണ് എന്ന്. അപ്പൊ ഇതൊക്കെ മെറ്റഫറിന് ഒരു എക്സാമ്പിൾ ആണ്. ഒരു കാര്യം മറ്റൊന്നാണ് എന്ന് നേരിട്ട് അവിടെ പറയാണ്. എന്നാൽ സിമിലി ആണെങ്കിലോ, സിമിലി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നുള്ള വാക്കൊക്കെ യൂസ് ചെയ്യും. ഹിസ് ഹാർട്ട് ഈസ് ലൈക്ക് എ ഗോൾഡ് എന്ന് പറയാം. പക്ഷെ മെറ്റഫർ ആണെങ്കിൽ ഹിസ് ഹാർട്ട് ഈസ് ഗോൾഡ് എന്നാണ് നമ്മൾ പറയാം. സംടൈംസ് മെറ്റഫർ ഇവോക്ക് വിവിഡ് ഇമേജസ് സച്ച് ആസ് ദ ബാർസ് ഓഫ് ആൻ അയൺ കേജ്. ചില സമയങ്ങളിൽ മെറ്റഫർ ഇമേജസ് നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരാറുണ്ട്. നമ്മുടെ ഈ കവിതയിൽ തന്നെ ബാർസ് ഓഫ് എൻ അയൺ കേജ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ കവിതയിൽ പറയുന്നുണ്ട് അല്ലെ, നമ്മളുടെ ഈ കൂട്, ഈ പക്ഷിയുടെ കേജ്ഡ് ബേർഡിന്റെ കൂട് എന്ന് പറയുന്നത് അതിന്റെ കൂടിന്റെ അഴികൾ റേജ് കൊണ്ടുള്ളതാണ്, ദേഷ്യത്തിന്റെ അഴികളാണ് ആ പക്ഷിയുടെ കൂടിനുള്ളത്. എന്താണത്? ആ പക്ഷിയുടെ ഉള്ളിലെ ദേഷ്യമാണ് അങ്ങനെ കാണിക്കുന്നത്. ഈ ഫ്രീഡം ഇല്ലാത്തത് കൊണ്ട് ആ പക്ഷിയുടെ ഉള്ളിലുണ്ടാവുന്ന ദേഷ്യത്തെയാണ്
ബാൾസ് ഓഫ് റേജ് എന്ന് കാണിക്കുന്നത്. അത് മെറ്റഫറിനൊരു എക്സാമ്പിൾ ആണ്. അതിന്റെ കൂട് ദേഷ്യം കൊണ്ടുള്ളതാണോ? അല്ല അല്ലേ. പക്ഷെ ആ പക്ഷിയുടെ ഉള്ളിലുള്ള ദേഷ്യമാണ് ഈ കൂട് അല്ലെങ്കിൽ ആ റേജ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് സം ഓഫ് ദ മെറ്റഫേഴ്സ് ഇൻ ദ പോം. അപ്പൊ നമ്മുടെ ഈ കവിതയിൽ ഏതൊക്കെ മെറ്റഫേഴ്സ് ആണ് യൂസ് ചെയ്തത് എന്നാണ് നമുക്ക് ലിസ്റ്റ് ചെയ്യേണ്ടത്. ഈ കവിതയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മെറ്റഫേർ എന്ന് പറയുന്നത് ഫ്രീ ബേർഡും കേജ്ഡ് ബേർഡും ആണ്. ഫ്രീ ബേർഡ് എന്തിനെയാണ് കാണിക്കുന്നത്? സ്വാതന്ത്ര്യമാണ് അല്ലെ. അതിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഫ്രീ ബേർഡ് സിംബലൈസസ് ഫ്രീഡം. അപ്പൊ ഫ്രീ ബേർഡ് സ്വാതന്ത്ര്യത്തെ തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കേജ്ഡ് ബേർഡ് എന്താണ്? അതിനെ അടിച്ചമർത്തിയിരിക്കുകയാണ്. ഇറ്റ് റെപ്രസെന്റ്സ് ഒപ്രഷൻ ആൻഡ് കൺഫൈൻമെന്റ്. അതിനെ അടിച്ചമർത്തി അവിടെ ഒരു ബന്ധനമാണ് അല്ലെ. അപ്പൊ അതിന് ഫ്രീഡം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. അടുത്ത മെറ്റഫർ എന്ന് പറയുന്നത് ബാൾസ് ഓഫ് റേജ് ആണ്. ഈ കൂടിന്റെ അഴികൾ ദേഷ്യം കൊണ്ടുള്ളതാണ്, കോപം കൊണ്ടുള്ള അഴികളാണ് ഈ കൂടിന് എന്ന് പറയുന്നുണ്ട്. ദ കേജ് ബാൾ റെപ്രസെന്റ്സ് ആംഗർ ആൻഡ് ഫ്രസ്ട്രേഷൻ. അപ്പൊ ആ കേജ്ഡ് ആയിട്ടുള്ള ആ കൂട്ടിൽ അടയ്ക്കപ്പെട്ട പക്ഷിയുടെ ദേഷ്യവും അല്ലെങ്കിൽ അതിന്റെ ഫ്രസ്ട്രേഷനൊക്കെയാണ് ഈ കൂടിന്റെ അഴികൾ കാണിക്കുന്നത്. അത് കേജ്ഡ് ബേർഡിനെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട എല്ലാവരെയാണ് ഈ കേജ്ഡ് ബേർഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എല്ലാ ജനങ്ങളുടെയും ദേഷ്യമാണ് ഈ ബാൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നാരോ കേജ് ആണ്. നാരോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടുങ്ങിയ കൂടാണ് ആ പക്ഷിക്കുള്ളത്. ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ഒപ്രഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ. അതും അടിമത്തത്തിന്റെയും അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യുന്നതിന്റെയും സിമ്പിളാണ്. വളരെ ഇടുങ്ങിയതാണ്. അതിന് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം പോലും അവിടെ ഇല്ല. അവിടെയും എന്താണ്? തീരെ സ്വാതന്ത്ര്യം ഇല്ലാത്ത റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അടുത്തത് വിങ്സ് ആർ ക്ലിപ്ഡ്. ആ പക്ഷിയുടെ ചിറകുകൾ മുറിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അത് എന്താണ് കാണിക്കുന്നത്? പറക്കാൻ പറ്റുന്നില്ല. വിങ്സ് മുറിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് പറക്കാൻ പറ്റുന്നില്ല. അത് ലോസ് ഓഫ് ഫ്രീഡവും ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് സ്വാതന്ത്ര്യവും അവസരങ്ങളും ഒന്നുമില്ലാത്ത അവസ്ഥയാണ് കാണിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ പല ആളുകൾക്കും പല അവസരങ്ങളും നിഷേധിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ ചിറകുകൾ മുറിച്ച പക്ഷി എന്നുള്ള ഒരു ഇമേജോടുകൂടി നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അടുത്തത് ഫീറ്റ്സ് ആർ ടൈഡ്. കാലുകൾ കെട്ടിയിട്ടിരിക്കുകയാണ്, ബന്ധനാണ്. അതും എന്താണ്? കംപ്ലീറ്റ് ഹെൽപ്ലെസ്നെസ്. കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും നിസ്സഹായ അവസ്ഥയിലാണ് ഈ പക്ഷിയുള്ളത്. അതാണ് ഈ ഫീറ്റ്സ് ആർ ടൈഡ്, കാലുകൾ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു മെറ്റഫർ കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്തത് ഗ്രേവ് ഓഫ് ഡ്രീംസ് ആണ് അല്ലെ. നമ്മുടെ കേജ്ഡ് ബേർഡ് അതിന്റെ സ്വപ്നങ്ങളുടെ കല്ലറയുടെ മുൻപിലാണ് നിൽക്കുന്നത്. ഇപ്പൊ സ്വപ്നങ്ങൾ കല്ലറയിലാണ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ ആസ്പിറേഷൻസും ഒന്നും ഇനിയില്ല. അതൊക്കെ മരിച്ചു. അതൊക്കെ അതിനൊരിക്കലും നേടാനാവാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഡെത്ത് ഓഫ് ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ്. അതിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം മരണപ്പെട്ടു. അതൊന്നും ഇനി ആ പക്ഷിക്ക് നേടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒപ്രസ്ഡ് ആയിട്ടുള്ള അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് നേടാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ആ സ്വപ്നങ്ങളൊക്കെ കുഴിച്ചു മൂടി നിൽക്കുന്നത്. അതിന്റെ കല്ലറയുടെ അടുത്താണ് ഈ പക്ഷി നിൽക്കുന്നത്. അടുത്തത് ഷാഡോസ് ഓൺ എ നൈറ്റ് മെയർ സ്ക്രീൻ. ആ പക്ഷിയുടെ നിഴൽ അതിന്റെ നൈറ്റ് മെയേഴ്സ്, അതിന്റെ ദുസ്വപ്നങ്ങളെയാണ് റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതെന്താണ് കാണിക്കുന്നത്? represent how deep and lasting the pain and fear are even beyond the moment. എന്താണ് അത് കാണിക്കുന്നത്? അതിന്റെ വേദനകളും അല്ലെങ്കിൽ ഭയങ്ങളും ഒക്കെ ആ മൊമെന്റ് കഴിഞ്ഞിട്ടും പിന്നെയും അത് ദുസ്വപ്നങ്ങളായിട്ട് വരികയാണ്. അപ്പൊ എത്രത്തോളം ലാസ്റ്റിംഗ് ആണ് ഒരു നിമിഷത്തെ വേദന എന്നാണ് കാണിക്കുന്നത്. ഒരു നിമിഷം ആ പക്ഷിക്ക് ഒരു പേടിയോ അല്ലെങ്കിൽ അതിന് ആ ഫ്രീഡം ഒക്കെ റെസ്ട്രിക്ട് ചെയ്താലും അത് എത്രത്തോളം ലാസ്റ്റിംഗ് ആണ്. ദുസ്വപ്നങ്ങളെ പോലെ അത് എപ്പോഴും ആ പക്ഷിയെ പിന്തുടരുന്നുണ്ട്. അതാണ് ഈ നൈറ്റ് മെയർ സ്ക്രീം എന്നുള്ള വേർഡ് കൊണ്ട് അല്ലെങ്കിൽ ആ മെറ്റഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മെറ്റഫറും ഇമേജറിയും രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ആണ്. നമുക്ക് അപ്രിസിയേഷനും അല്ലെങ്കിൽ മറ്റു ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ എഴുതാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ആക്ടിവിറ്റിയോട് കൂടിയിട്ട് കേജ്ഡ് ബേർഡ് എന്നുള്ള സോങ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ മലയാളം എക്സ്പ്ലനേഷനും എല്ലാ ചോദ്യങ്ങളും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്തു. നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ.